ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ, തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ച് തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ, ഇങ്ങനെ വെക്കല്ലേ, അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ. അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. കുപ്പായം അങ്ങനെയൊക്കെല്ലേ, ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. ആമിന, ആമിന. ഉമ്മ, ധാരാ നോക്കിയേ. എവിടേക്കാ രാവിലെ? ഞമ്മള് പോവാ. ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ. കുടി കിട്ടിയാ? 10 ദിവസോ? എങ്ങടാ? ഒരു ഇന്റർവ്യൂ. എവിടെ? തിരുവനന്തപുരത്താ. നമ്മളിവിടെ ഒറ്റയ്ക്കാവും. ആമിനക്കുട്ടി വരുന്നു എന്റെ കൂടെ. എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് വരാം. അവിടെ കടലുണ്ട്, കാഴ്ച ബംഗ്ലാവുണ്ട്, മൃഗശാലയുണ്ട്. അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല. ഉമ്മ പോവാ അത്ര. 10 ദിവസം കഴിഞ്ഞ വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. പണി കിട്ടിയ രാധക്കുട്ടിയും പോവും. ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മയെ ആമിനെയും ഞാൻ മറക്കുവോ? ഈ ഉമ്മയുടെ കൈത്തണ്ട് പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഞാൻ കാരണം എത്ര തല്ല ആമിനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രോസക്കയുടെ അടുത്തുനിന്ന്. ഞാനൊന്നും മറക്കില്ല കേട്ടോ. പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും. ആരുമില്ല ഇവിടെ? ഉമ്മയില്ല. ബാപ്പ? ബാപ്പയും ഇല്ല. ആമിന, കുപ്പായം തുന്നിക്കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി. നിങ്ങൾ പൊയ്ക്കോളിനും. ആമിനക്ക് വലിയ പേടിയാ? ബാപ്പ വന്നാ? ആമിന, ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുക, എങ്ങനെയാ ആമിനന്റെ കുപ്പായം തുന്നുകയാണ്. ആമിന നോക്ക്, ചന്തല്ലേ? ഇതിലേതാ ഇഷ്ടം? നമുക്കറിയില്ല. ആമിന പറയാതെ ഞാൻ പോവില്ല. എന്താ, ഇഷ്ടമല്ലേ? നേരാവണു. ബാപ്പ വരും. പറയാമിന, ഇഷ്ടം എന്നൊരു വാക്ക് പറഞ്ഞ. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ച തുന്നിക്കോളി. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ച തുന്നിക്കോളി.
അശോക, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ ഉമ്മാ, ദേ ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലല്ലേ കത്താന്നറിയൂ. ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ്. എന്നിട്ടെന്റെ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. ആമന, ആരാ? ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ അസീസ്. ഞാൻ പോവാ. എനിക്കറിയാം ആമനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. ആമനെ വായിക്കണം. എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേതാ? സാരമില്ല. ആമനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിജയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. എന്റെ റബ്ബേ, ഒരു കുപ്പായം തിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന് ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിളന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ രണ്ടെണ്ണം. ഇന്റെ ആമനും ഒയ്യൊന്ന് കാണണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ, പറഞ്ഞപ്പോ വിശ്വാസായില്ല. പക്ഷേങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ ഇന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി ഉണ്ട് എടുത്ത ഞമ്മള് റേസം മേടിച്ചിട്ട് തരാം. ആ
നീ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന. ഉമ്മ, നമ്മൾ എഴുതാൻ പഠിച്ചത് മാഷക്ക് എന്നെ വിശ്വാസം പറഞ്ഞില്ല. ദാ നമ്മൾ ഉമ്മാന്റെ പേര് എഴുതട്ടെ. ആ, ദാ ഇതാ എന്റെ പേര്. നീ പോയി ആരും ബന്ധു നോക്ക്. അനക്ക് എന്താ വേണ്ടത്? അനക്ക് വേറെ പണിയില്ലേ? ഒരു പ്രാവശ്യം ചാവാതെ രക്ഷപ്പെട്ടത് അന്റെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗ്യം. ഉമ്മ, ഞമ്മക്ക് നാണത്തിനുണ്ടാക്കാനല്ലേ ഈ ആ പോർട്ട് തൂക്കിയിരിക്കണത്. ഈ വിചാരിക്കാൻ പോലെ നടക്കാൻ പോണില്ല. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുക. ഒന്നും പറയണ്ട, ഇവിടെ നിക്കണ്ട. ഒയ്ക്കോ, മൂപ്പര് വന്നാ വക്കാനാവൂ. ആ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ തുണിയൊന്നുമില്ല തുന്നാൻ. നിക്കാൻ കഴിഞ്ഞാലെങ്കിലും ഓക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ അനക്ക് ബബരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോളുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താന്ന് ഓ ആണല്ലേ ഓനെ വിടുക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. അന്റെ സമ്മതം ചോദിച്ചാ ബിലീശേ? മുന്താണ്ടിരുന്നു വടക്കോയി പോവണ്ട. മോളെ, എനിക്ക് നിക്കാതെ വേണ്ടുമ്മ. നമ്മൾ നിക്കാതെ കഴിക്കൂല. അനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. എന്തിരിട്ടേ പറഞ്ഞ്? ഒന്നൂടെ പറയ്. അനക്ക് നിക്കാഹ് വേണ്ടാന്ന? വേണ്ട ബാപ്പ.